എന്റെ ചോദ്യം തൃപ്പൂണിത്തറയിൽ ബിജെപിയുടെ എൻഡിഎയുടെ കാൻഡിഡേറ്റ് ആരാണ്? ഔദ്യോഗിക നിർവഹണത്തെ വഴിതെറ്റിക്കുന്ന ഹീനമായ ചോദ്യങ്ങൾ ചോദിക്കരുത്. ചേട്ടനൊന്ന് വന്ന് കാണ്, ഞങ്ങളുടെ മുഖത്ത് വരുന്ന ഓരോരോ സാധനങ്ങള്. വിളച്ചിലെടുക്കല്ലേ, ചോദിച്ചതിന് മറുപടി പറ. ആഹാ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? പിന്നെ എന്നിട്ട് എന്തത് വായിൽ നാവണ്ടോന്ന് നോക്കിയതാ. ഞാൻ വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ബിജെപിയുടെ കാൻഡിഡേറ്റ് ആരാണ് തൃപ്പൂണിത്തുറയിൽ? മനുവിന് അറിയുമോ? ഇത് പറയാനില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് വെച്ച് നിന്റെ വായിൽ എന്താ പഴമാണോ പറഞ്ഞോണ്ടാന്ന്. ഇത്രയും കാലം ഞാൻ വിചാരിച്ചിരുന്നത് ഈ തല നിനക്കൊരു അലങ്കാര വസ്തു മാത്രമാണെന്ന്. ഇപ്പോഴാണ് എനിക്ക് ബോധ്യമായത്. അതിന് തലയ്ക്കകത്ത് അത് ഉണ്ടെങ്കിലല്ലേ പുറത്തേക്ക് വരാം. ആരാണെന്ന് ആരെയൊക്കെ അറിയില്ലേ തൃപ്പൂണിത്തുറയിൽ? എനിക്കറിയാം. മനുവിന് അറിയുമോ? എനിക്കെന്താ അറിഞ്ഞുകൂടാത്തത്? ആരാണ്? എന്നെ മാനസികമായിട്ട് തകർക്കാൻ ആർക്കും പറ്റില്ല. അത് ആരാണെന്ന് ആരെയൊക്കെ അറിയില്ലെങ്കിൽ അറിയണ്ട. ഒരു മാധ്യമ പ്രവർത്തകൻ അറിയില്ലെങ്കിൽ അറിയണ്ട. എനിക്കറിയാം ബിജെപിയുടെ കാൻഡിഡേറ്റ് തൃപ്പൂണിത്തുറയിൽ ആരാണെന്ന് എനിക്കറിയാം. രാഷ്ട്രീയ പോരാട്ടം അല്ല, അത് മനുവിന് അറിയുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഞാൻ ചോദിക്കാത്ത എന്തിനാ എന്നോട് ചോദിക്കുന്നത്? ഞാൻ വല്ല ചോദിച്ചോ? ഈ കഥക്കു തരം ചൊല്ലുവാൻ പോരാമോ? ഇല്ലെങ്കിൽ സുല്ലെങ്കിൽ ഇല്ലില്ല സമ്മാനം. ഉളക്കുരുവികളും എന്നെ കണ്ട ആരാ എന്താ എവിടെ നിന്നൊക്കെ ചോദിക്കും. അറിയാമെങ്കിൽ അറിയില്ലെങ്കിൽ പറയണ്ടെന്നേ. ആര്യാന്നുള്ളൊരു ജേർണലിസ്റ്റ് ബിജെപിയുടെ പത്രസമ്മേളനം നടത്തി കാൻഡിഡേറ്റ് പ്രഖ്യാപിച്ചു. താൻ എന്തുവാണോ തലയും താലും ഇല്ലാതെ പിന്നെ ഓരോന്നൊക്കെ പറയുന്നത്? എൻഡിഎ കാൻഡിഡേറ്റ് വന്നിട്ട് അറിയില്ലെങ്കിൽ പറയണ്ട. അല്ല, ബിജെപിയുടെ പത്രസമ്മേളനത്തിലല്ല അനൗൺസ്മെന്റ് വന്നത്. ബിജെപിയുടെ കാൻഡിഡേറ്റ് ആരാണ് തൃപ്പൂണിത്തുറയിൽ? ഞാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നു? നിന്നെ പോലെ നല്ല കള്ളന്മാർ ഇപ്പൊ ഇല്ല. എന്നെ പുകറ്റരുത്, ഞാൻ പെരുങ്കള്ളനാകും. ഞാൻ ചോദിച്ചു, എൻഡിഎ മുന്നണിയിൽ ഉള്ള ഒരാളുടെ ഇത് പ്രഖ്യാപിച്ചു, അതിൽ ആരാണെന്ന് അറിയില്ലെങ്കിൽ പറയണ്ടെന്ന്. ലക്ഷണം കണ്ട വാക്ക് നീ കടിച്ചു തൂങ്ങാതെ പ്ലീസ്. കാൻഡിഡേറ്റിനെ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് സംശയം ഉണ്ടോ? എനിക്കറിയാം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന്. ഇപ്പൊ താക്കോൽ അവിടെ ഉണ്ട്. മരുന്ന് അവിടെ വെച്ചേക്ക്, അവിടെ വെക്കട്ടെ, അവിടെ വെക്കട്ടെ, അവിടെ വെച്ചേക്ക്, അവിടെ വെച്ചേക്ക്. കോമാളിത്തരം കാണിച്ചിട്ട് ന്യായീകരിക്കാൻ വന്നില്ല. ആ സ്ഥാനാർത്ഥിയുടെ ആ പ്രഖ്യാപിച്ച കാൻഡിഡേറ്റ് അവിടെ ആ ഉണ്ട്. സ്ഥാനാർത്ഥിയുടെ പേരാണ് ഞാൻ ചോദിക്കുന്നത്. മനു, വളരെ സിമ്പിൾ ആയ നിങ്ങൾ ക്വസ്റ്റ്യൻ റിപ്പോർട്ടർ ആണ്. ഉണ്ട്, വിളിച്ചു ചോദിച്ചാൽ മതി. ഇല്ലേ ഞാൻ പറഞ്ഞത്, അക്ഷരം മാറിയൊന്നുമില്ലല്ലോ. എനിക്ക് എപ്പോഴും ഇങ്ങനെ കുമ്പിടാൻ പറ്റില്ല. പഴയ ജിംനാസി. എന്താ പിന്നോക്കില്ലേ? അവൻ വീട്ടിൽ പോട്ടെന്ന് ചോദിക്കാൻ വേണ്ടി എണീറ്റതാ.